الحمد لله حمدا كثيرا طيبا مباركا لله الواحد القهار المؤمن الجبار المهيمن الغفار غافر الذنب وقابل التوب له الكتاب إليه الإياب وعليه الحساب نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها النبي قل لأزواجك إن كنتن تريدن الحياة الدنيا وزينتها فتعالين أمتعكن وأسرحكن سراحا جميلا وإن كنتن تريدن الله ورسوله والدار الآخرة فإن الله أعد للمحسنات منكن أجرا عظيما ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികൾ, കാരുണ്യവാനായ അള്ളാഹുവിന്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ശ്രദ്ധിക്കണമെന്നും സൂക്ഷിക്കണമെന്നും തഖ്വയോടുകൂടെ ജീവിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്, ശക്തിയായി വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളും അനുസരിച്ച് ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തി നമ്മെ പിരിഞ്ഞ വിശ്വാസികളായ സഹോദരി സഹോദരന്മാർ, അള്ളാഹു അവരുടെ ജീവിതങ്ങളിൽ വന്നുപോയ വീഴ്ചകൾ പുറത്തു കൊടുക്കുകയും കരുണാവാരിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയും അവരെയും പരലോകത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. പരസ്പരമുള്ള എല്ലാ ബന്ധങ്ങളെയും ശത്രുവിനോടാണെങ്കിൽ പോലും നല്ല രീതിയിലുള്ള ഒരടുപ്പവും ബന്ധവും ഉണ്ടാക്കിയെടുക്കാനാകുമെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മതമാണ് പരിശുദ്ധ ഇസ്ലാം. അതുകൊണ്ടാണ് നിങ്ങൾ യുദ്ധം ചെയ്യുമ്പോൾ ശത്രു നിങ്ങളോട് സന്ധിക്ക് സന്നദ്ധമായാൽ, സന്ധി എന്ന ഒരു നിർദ്ദേശം ശത്രുവിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് വന്നാൽ അത് അംഗീകരിക്കണമെന്നും പിന്നീട് അവരുമായി യുദ്ധം ചെയ്യരുത് എന്നും പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നതിന്റെ കാരണമാണ്. നമ്മുടെ ബന്ധങ്ങളിൽ, മനുഷ്യബന്ധങ്ങളിൽ ഏറ്റവും മഹത്തരമായതും അള്ളാഹുവിനെ സാക്ഷി നിർത്തി നമ്മൾ തുടക്കം കുറിച്ചിട്ടുള്ളതുമായ ബന്ധമാണ് ഭാര്യ ഭർത്തൃ ബന്ധമെന്ന് പറയുന്നത്. ആ ബന്ധത്തെ ശുശ്രൂഷിക്കുകയും ആ ബന്ധത്തെ പരിപാലിക്കുകയും കോട്ടങ്ങളും വിള്ളലുകളും വരാതെ കരുതലോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോവുകയും എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അത് പെട്ടെന്ന് പരിഹരിക്കപ്പെടുകയും ചെയ്യേണ്ടതുണ്ട് ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചത്. 2-3 ഒരു പോയിന്റുകൾ കൂടി ആ വിഷയത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വസ്തൗസൗ ബിന്നിസാഇ ഖൈറ, നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളോട് നല്ല രീതിയിൽ പെരുമാറുക, നല്ല സമീപനങ്ങൾ സ്വീകരിക്കുക. അതല്ലാത്ത ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. കാരണം ഫഇന്നഹുന്ന ഖുലിഖന മിൻ ളൽഇൻ അഅവജു ഷൈഇൻ ഫിൽ ളൽഇ അഗ്ലാ, വാരിയെല്ലുകൊണ്ടാണ് പെണ്ണ് പടക്കപ്പെട്ടിട്ടുള്ളത്. അതിന്റെ ഏറ്റവും മുകളിലുള്ളത് വാരിയെല്ല്, അതിന് വളവുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. സൃഷ്ടിപ്പിൽ പെണ്ണിനെ പടച്ചതിൽ അതിനുള്ള ആ വാരിയെല്ലിന് തന്നെ വളവുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രയോഗമാണ്, ആ വാരിയെല്ലിന് തന്നെ വളവുണ്ട്. ഫഇൻ ദഹബ്ത തുഖീമുഹു കസർതഹു, സൃഷ്ടിപ്പിൽ തന്നെയുള്ള ആ വളവ് പിടിച്ചു നിർത്താം എന്ന് നിങ്ങൾ വിചാരിച്ചാൽ അത് പൊട്ടിപ്പോകും. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രയോഗമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇൻ ദഹബ്ത തുഖീമുഹു കസർതഹു, അത് പൊട്ടും.
ആ സൃഷ്ടിപ്പിലുള്ളതാണത്. നിങ്ങൾ അതിനെ പിടിച്ച് നിവർത്തി നന്നാക്കിയെടുക്കാം എന്ന് നിങ്ങൾ കരുതിയാൽ അത് പൊട്ടിപ്പോവുകയാണ് ചെയ്യുക. വഇൻ തറക്തഹു ലം യസൽ അവജ്. നിങ്ങൾ അതങ്ങനെ ശ്രദ്ധിക്കാതിരുന്ന അതങ്ങനെ വളഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും ചെയ്യും. അത് നേരാകാനൊന്നും പോകുന്നില്ല, എല്ല് നിവരാനൊന്നും പോകുന്നില്ല. എന്നിട്ടാണ് റസൂൽ പറയുന്നത്, നിങ്ങൾ സ്ത്രീകളോട് നല്ല രീതിയിൽ പെരുമാറുക എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. സൃഷ്ടിപ്പിൽ അള്ളാഹു മനുഷ്യന് നൽകിയ പ്രകൃതങ്ങളിൽ ആണിന്റെ പ്രകൃതം എന്താണെന്നും പെണ്ണിന്റെ പ്രകൃതം എന്താണെന്നും മനസ്സിലാക്കി പെരുമാറണം എന്നാണ്. എല്ലാ പെണ്ണും മോശക്കാരാണ്, അവർക്ക് എന്തൊരു വളവുണ്ട് എന്ന അർത്ഥത്തിലല്ല. പ്രകൃതം മനസ്സിലാക്കുക. പെണ്ണിന്റെ പ്രകൃതം എന്താണ്, ആണിന്റെ പ്രകൃതം എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാകണം അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞു പെരുമാറിയ. നമ്മൾ സാധാരണ പറയല്ലോ, ആളെ അറിഞ്ഞു പെരുമാറിയാൽ ബന്ധം തകരാതെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് നമ്മൾ സാധാരണ പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ സ്ത്രീകളെ കുറിച്ച് അറിയുക, നിങ്ങൾ അവരെ മനസ്സിലാക്കുക, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇങ്ങനെ നിവർത്തിയെടുക്കണം എന്ന് നിങ്ങൾ കരുതരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അടുത്ത കാര്യം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ യഫ്റഖ് മുഅ്മിനുൻ മുഅ്മിനത്തൻ. വിശ്വാസിനിയെ ചീത്ത പറയരുത്, ആക്ഷേപിക്കരുത്. ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ. നിങ്ങൾക്ക് വെറുപ്പുള്ള ഒരു സ്വഭാവം അവരിൽ ഉണ്ടെങ്കിൽ റളിയ മിൻഹാ ആഖർ. നിങ്ങൾക്ക് തൃപ്തിയുള്ള, നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന വേറൊരു കാര്യം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ അത് കാണുക. നിങ്ങളെ വെറുപ്പിക്കുന്ന, അസ്വസ്ഥതപ്പെടുത്തുന്ന, അലോസരപ്പെടുത്തുന്ന സ്വഭാവം പെരുമാറ്റമൊക്കെ വരും. അങ്ങനെ വന്നാൽ പോലും നിങ്ങൾ ആക്ഷേപിക്കലേ, നിങ്ങൾ അവരെ ചീത്ത പറയല്ലേ, നിങ്ങൾ അവരോട് നല്ല രീതിയിൽ പെരുമാറ്. ഒരു കാര്യം നിങ്ങൾക്ക് അനിഷ്ടകരമായത് നിങ്ങളുടെ ഭാര്യയിൽ നിന്ന് സംഭവിച്ചാലും നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന, നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന മറ്റു സ്വഭാവങ്ങൾ അവർക്കുണ്ട്, നിങ്ങൾ അതിനെ പരിഗണിച്ചാൽ മതി എന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ, ബന്ധങ്ങളിൽ, നമ്മുടെ സഹോദരിമാരോട്, നമ്മുടെ ഭാര്യമാരോട് നമ്മൾ പെരുമാറുമ്പോൾ അവരോട് നല്ല രീതിയിലുള്ള സമീപനങ്ങൾ സ്വീകരിക്കണം എന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ ഒരു വളവുണ്ട് എന്ന് പറയുമ്പോൾ, അതല്ലെങ്കിൽ അവരുടെ സൃഷ്ടിപ്പിൽ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ ഭാര്യ മാത്രമാണ് അവർക്ക് അവരുടെ സൃഷ്ടിപ്പിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിഗണിക്കേണ്ടുന്ന കാര്യങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ഭാര്യ മാത്രമാണ് മനസ്സിലേക്ക് വരിക. ആ വളവ് സൃഷ്ടിപ്പിൽ പെണ്ണിനുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉമ്മാക്കും അതുണ്ട്, നമ്മുടെ മകൾക്കും അതുണ്ട്, നമ്മുടെ സഹോദരിക്കും അതുണ്ട്. അവരൊക്കെ പെണ്ണുങ്ങളാണ്. പെണ്ണ് എന്ന് പറയുന്ന ഒരു പ്രകൃതമുണ്ട്. ആ പ്രകൃതത്തെ നിങ്ങൾ അറിയണം, അത് മനസ്സിലാക്കണം. അങ്ങനെയാണ് അവരോട് പെരുമാറേണ്ടത് എന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ അവരോട് എന്ത് ചെയ്യരുത്, മോശമായ രീതിയിൽ നിങ്ങൾ അവരോട് പെരുമാറരുത്. നിങ്ങൾക്ക് ഒരു വെറുപ്പ് തോന്നുന്ന, ദേഷ്യപ്പെടുത്തുന്ന, നിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന ചില സ്വഭാവങ്ങൾ അവരിൽ ഉണ്ടാകാം. എന്നാൽ അവരിൽ നിന്ന് തന്നെ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന, നിങ്ങൾക്ക് തൃപ്തി നൽകുന്ന പെരുമാറ്റങ്ങളും അതേ സ്ത്രീകളിൽ തന്നെയുണ്ട്. നിങ്ങൾ അതിന് പ്രാധാന്യം കൊടുക്കുക എന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് വേണ്ടത് ഒരു പരിഗണനയാണ്. സ്ത്രീ എന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ടത് ഒരു പരിഗണനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ രണ്ട് ദുർബലരുടെ അവകാശങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ട് തരം ദുർബലതയുള്ളവരുടെ അവകാശങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അൽ യതീമു വൽ മർഅ. അനാഥയും സ്ത്രീയും. അനാഥയും സ്ത്രീയും നിങ്ങളുടെ പ്രത്യേക പരിഗണന കിട്ടേണ്ടുന്ന ദുർബലരാണവർ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പൊ ആണും പെണ്ണും ഒന്ന് തന്നെയല്ലേ, ആണ് പെണ്ണിനെ പോലെ തന്നെയല്ലേ, ഒക്കെ സമത്വമല്ലേ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ എന്നാലും എത്ര പരിഷ്കരിക്കപ്പെട്ട സമൂഹത്തിലും പെണ്ണിന് വേറെ ക്യൂ ഉണ്ടാവും. അതെന്തിനാ? ആണും പെണ്ണും ഒക്കെ ഒരുപോലെയാണെങ്കിൽ പെണ്ണിന് എന്തിനാണ് വേറെ ക്യൂ കൊടുക്കുന്നത്? എന്തിനാ? അവർക്ക് നമ്മളൊരു പരിഗണന കൊടുക്കുക. അവരുടെ ശാരീരികമായ ദുർബലതയെ പരിഗണിച്ചിട്ടാണ്
സ്ത്രീകൾ ആദ്യം എന്നുള്ളൊരു നിലപാട് എല്ലാ സമൂഹങ്ങളും സ്വീകരിക്കുന്നത്. നമ്മളൊരു ബസ് കയറുമ്പോ റിസർവ് ചെയ്യുന്ന പെണ്ണിനൊരു സീറ്റ് റിസർവ് ചെയ്യുന്നത് ആണും പെണ്ണൊക്കെ സമല്ലേ. നമ്മളതിങ്ങനെ വലിയ ശബ്ദത്തിൽ വാദിക്കുന്ന ഒരു കാലത്തും സ്ത്രീകളുടെ സീറ്റ് എന്ന് പറഞ്ഞ് റിസർവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. റിസർവ് ചെയ്യപ്പെടുന്നത് എന്തിനാ? റിസർവ് ചെയ്യപ്പെടുന്നത് ദുർബലതയുള്ള ആളുകൾക്ക് വേണ്ടിയാണ്. വേറെ ആർക്കൊക്കെയാണ് സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ടാവുക? ഭിന്നശേഷിക്കാർക്കാണ് റിസർവ് ചെയ്തിട്ടുണ്ടാവുക. റിസർവേഷൻ എന്ന് പറയുന്നത് ദുർബലതയുള്ളവരെ അംഗീകരിച്ചുകൊണ്ട് അവരെ പരിഗണിച്ചുകൊണ്ടാണ് റിസർവേഷൻ. അത് നമ്മുടെ സമൂഹത്തിലുണ്ട്. പെണ്ണിന് ദുർബലതയുണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. വാദത്തിന് വേണ്ടി ടെലിവിഷൻ ചാനലിൽ വരുമ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്നാണ്, സമാണ്, തുല്യാണ്, ഒരേപോലെയാണ് കാണേണ്ടത്, ഒരേപോലെ കണക്കാക്കേണ്ടത് എന്നൊക്കെ വാദിക്കാം. റസൂല് പറയാണ്, നിങ്ങൾ യതീമിനെ പരിഗണിക്കുന്നത് പോലെ ദുർബലത ഉണ്ട് അവർക്ക്. അനാഥത്വമുള്ള ഒരു ചെറിയ കുട്ടിയെ പരിഗണിക്കുന്നത് പോലെ, മാതാപിതാക്കളുള്ള ഒരു ചെറിയ കുട്ടിയെ പരിഗണിക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളെ പരിഗണിക്കുക. അവർക്ക് ദുർഫുണ്ട്, അവർക്ക് ദുർബലത ഉണ്ട്. അനാഥ കുഞ്ഞിന് ദുർബലതയുള്ളതുപോലെ നിങ്ങളുടെ സ്ത്രീകൾക്ക് ദുർബലതയുണ്ട്. നിങ്ങളത് പരിഗണിക്കുക എന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതിന്റെ ഒരു മറുവശം ഇന്നത്തെ ഖുതുബയിൽ അത് പറയണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. നമ്മൾ സാധാരണ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ വീട്ടിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഒക്കെ നമ്മൾ പറയും. ഇതിന്റെ ഒരു മറുവശം എന്താണ്? പ്രത്യേകിച്ചും വർത്തമാനകാലത്ത് ഒരു പെണ്ണിന്റെ അധികാരവും പെണ്ണിന്റെ അവകാശവും പെണ്ണിന്റെ സ്വാതന്ത്ര്യവും ഒക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലത്ത് ഇതിന്റെ ഒരു മറുവശം എന്താണ്? തീർച്ചയായും ഇസ്ലാമികമായിട്ട് നമ്മളത് അറിയുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കയറി ചെല്ലാൻ അള്ളാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ വാതിൽക്കൽ ചെല്ലുന്നു, അനുവാദം ചോദിക്കുന്നു. റസൂൽ അനുവാദം കൊടുക്കുന്നില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെല്ലുന്നു, അനുവാദം ചോദിക്കുന്നു, അനുവാദം കൊടുക്കുന്നില്ല. കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് അവരെ രണ്ടുപേരെയും ഉള്ളിലേക്ക് ചെല്ലാൻ റസൂല് അനുവദിക്കുന്നത്. അങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകന് അനുവാദം കിട്ടിയിട്ട് അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹുമ അവർ രണ്ടുപേരും സ്വഹാബികളാണ് എന്നത് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ പിതാക്കൾ കൂടിയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെയും ഹഫ്സ റളിയല്ലാഹു അൻഹയുടെയും ഉപ്പമാര് കൂടിയാണ് ഇവർ രണ്ടുപേരും. അപ്പൊ ഒരു കുടുംബ പ്രശ്നമാണ്. ആ വിഷയത്തിൽ ഇടപെടാനാണ് ഇവർ ചെല്ലുന്നത്. ആ സമയത്താണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ആദ്യം അവർക്ക് അനുവാദം കൊടുക്കാതിരുന്നത്. കുറച്ച് സമയം കഴിഞ്ഞപ്പോ അകത്തേക്ക് അവർ കയറി ചെല്ലാൻ അനുവാദം കിട്ടുന്നു. അവർ കയറി ചെല്ലുന്നു. വിഷയം എന്താണെന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളുടെ ചുറ്റും ഭാര്യമാരെല്ലാവരും 9 പേരുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലിന്റെ എല്ലാ ഭാര്യമാരും റസൂലിന്റെ ചുറ്റും നിൽക്കുന്നു. ആ സമയത്താണ് ഇവരവിടേക്ക് കയറി ചെല്ലുന്നത്. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് അഹ്സാബിൽ 33-ാം അധ്യായം സൂറത്ത് അഹ്സാബിൽ 28-29 ആയത്തുകളിലൊക്കെ ഞാൻ ഓതി വെച്ച ആയത്തുകൾ ഈ വിഷയമാണ് പറയുന്നത്. അവരുടെ ആവശ്യം മറ്റുള്ള സ്ത്രീകളെപ്പോലെ, ഇവിടെ നാട്ടിലുള്ള മറ്റുള്ള സ്ത്രീകളെപ്പോലെ സൗകര്യങ്ങൾ, അത് ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിലും വീടിന്റെ കാര്യത്തിലാണെങ്കിലും വസ്ത്രത്തിന്റെ കാര്യത്തിലാണെങ്കിലൊക്കെ ഞങ്ങൾക്ക് പരിമിതികളുണ്ട് റസൂലേ, അത് പരിഹരിച്ചു തരണം, മറ്റുള്ളവരെ പോലെ ഞങ്ങൾക്ക് വിഭവങ്ങൾ തരണം എന്ന് പറഞ്ഞിട്ടാണ് അവർ റസൂലുള്ളാഹിന്റെ ചുറ്റും ഭാര്യമാരെല്ലാവരും കൂടെ നിൽക്കുന്നത്. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ മാതാക്കളാണവർ. ഒരു നിലക്കുമുള്ള അനാദരിക്കുന്ന ഒരു മനോഭാവം നമ്മുടെ ഉമ്മമാരോട് നമുക്ക് ഉണ്ടാകാനേ പാടില്ല. എന്തുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്? അത് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് കാണാം, അത് മനുഷ്യന്റെ പ്രകൃതമാണ്, പെണ്ണിന്റെ പ്രകൃതമാണ്. പലപ്പോഴും നമ്മളോടൊക്കെ ഇങ്ങനെ അവര് ഇത് വാങ്ങി, ഈ വീട്ടിൽ ഇന്നത് വാങ്ങി, അവൾക്ക് ഇന്നത് വാങ്ങി, അതുകൊണ്ട് എനിക്ക് വേണം എന്ന് പറയുമല്ലോ. അതൊരു ഒരു പെൺ പ്രകൃതമാണത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ റസൂലുള്ളാഹിനോട് അങ്ങനെ ആവശ്യപ്പെട്ടപ്പോഴാണ് ഈ ആയത്ത് ഞാൻ ഓതി വെച്ച പരിശുദ്ധ ഖുർആനിൽ 33-ാമത്തെ അധ്യായം സൂറത്ത് അഹ്സാബിലെ ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടത്. യാ അയ്യുഹൻ നബിയ്യു, അല്ലയോ പ്രവാചകരെ, കുല്ലി അസ്വാജിക, ഭാര്യമാരോട് താങ്കൾ കൊടുക്കേണ്ടുന്ന മറുപടി ഇതാണ്. റസൂലാണ് എന്നതുകൊണ്ട് സ്വന്തം ചിന്തിച്ചൊരു മറുപടി പറയാൻ കഴിയില്ല. അള്ളാഹുവിന്റെ പ്രവാചകന് വഹി ഇറങ്ങാൻ, ഈ സാഹചര്യത്തിൽ ഒരു നിലപാടെടുക്കാൻ ഒരു വഹി ഇറങ്ങാൻ. ആ വഹി ഇറങ്ങുമ്പോ അവരോട് താങ്കൾ പറയേണ്ടത് ഇന്നതാണ്, ഇന്ന രൂപത്തിൽ അവരോട് മറുപടി പറഞ്ഞേക്കുക. എന്താ പറയേണ്ടത്? ഇൻ കുന്തുന്ന തുരിദിനൽ ഹയാത്തദ് ദുനിയാ വസീനതഹാ, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ദുനിയാവും അവിടുത്തെ അലങ്കാരങ്ങളൊക്കെ ആണെങ്കിൽ
ഭൗതിക ജീവിത സാഹചര്യങ്ങളും നിലവാരങ്ങളും ഉയർന്ന രീതിയിൽ ദുനിയാവിൽ ജീവിക്കുക എന്നതൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫതആലൈന ഉമത്തിഉകുന്ന വ ഉസർരിഹുകുന്ന സറാഹൻ ജമീല, ഞാൻ നിങ്ങൾക്ക് വിവാഹമോചനം തന്ന് വളരെ ഭംഗിയായി നിങ്ങളെ ഞാൻ ഒഴിവാക്കി തരാം. ഇത് അവരോട് പറഞ്ഞേക്ക് നബിയെ എന്നാണ് റസൂലിനോട് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഭൗതിക വിഭവങ്ങളും സൗകര്യങ്ങളും അലങ്കാരങ്ങളും ആഡംബരങ്ങളും ആഘോഷങ്ങളുമാണ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുള്ളതെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വിവാഹമോചനം ചെയ്തു തരാം. അതല്ല വഇൻ കുൻതുന്ന തുരീദിനല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെ റസൂലിനെ ഉദ്ദേശിച്ചിട്ടാണ് നിങ്ങൾ എന്റെ കൂടെ ജീവിക്കുന്നതെങ്കിൽ വദ്ദാറൽ ആഖിറ, ദുനിയാവിൽ എന്തൊക്കെ പരിമിതി ഉണ്ടായാലും മരണപ്പെട്ട റബ്ബിന്റെ കോടതിയിൽ പരലോകത്ത് ചെല്ലുമ്പോൾ അനുഗ്രഹങ്ങൾ ഉണ്ടാകും എന്ന വിശ്വാസവും നിങ്ങൾക്കുണ്ടെങ്കിൽ ഫഇന്നല്ലാഹ അഅദ്ദ ലിൽ മുഹ്സിനാതി മിൻകുന്ന അജ്റൻ അലീമ, അങ്ങനെയുള്ളവർക്ക് വേണ്ടി അള്ളാഹു പരലോകത്ത് വലിയ അനുഗ്രഹീതമായ സൗകര്യങ്ങൾ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഈ രണ്ടായത്തുകളിലുള്ളത്. ഇവിടെ എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? എന്താണ്? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ചെന്നിട്ട് നമ്മുടെ ഉമ്മമാർ, വിശ്വാസികളുടെ മാതാക്കൾ, അവര് റസൂലിനോട് ആവശ്യപ്പെടാൻ, നബിയെ ഇന്നത് വേണം, ഇന്നത് വേണം, ഇന്നത് വേണം, ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കണം, അപ്പുറത്ത് സൗകര്യം ഉണ്ടല്ലോ, ഇപ്പുറത്ത് സൗകര്യം ഉണ്ടല്ലോ, ആ കുടുംബത്തിൽ ഇങ്ങനെയാണല്ലോ, ആ സ്ത്രീകൾ ഇങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞ് താരതമ്യം ചെയ്ത് റസൂലിനോട് ആവശ്യപ്പെടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയോടാണ് ഈ ആയത്തും ഇതിന്റെ ആശയവും ആദ്യം പറയുന്നു. റസൂൽ പറഞ്ഞു, ഞാനൊരു കാര്യം പറയാൻ പോവുകയാണ് ആയിഷയോട്. ഇത് കേൾക്കുമ്പോ നീ പെട്ടെന്ന് മറുപടി പറയരുത്. വീട്ടിൽ പോയിട്ട് ഉപ്പയോടും ഉമ്മയോടും ആലോചിച്ചൊരു മറുപടി തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഈ ആയത്തോതി കേൾപ്പിക്കുന്നത്. അവിടെ ആയിഷ ബീവി വളരെ പെട്ടെന്ന് മറുപടി കൊടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു വിഷയത്തിൽ എനിക്ക് ആലോചിക്കാനില്ലെന്നും ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും തെരഞ്ഞെടുക്കുന്നു ആയിഷ ബീവിയാണ് മറുപടി പറയുന്നത്. ഞാൻ പറയുന്നത്, ഭർത്താക്കന്മാരോട് ഭാര്യമാരുടെ തിരിച്ചുള്ള സമീപനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അവരെ അനുസരിക്കുക എന്ന് പറയുന്നത്. അനുസരണം എന്നത് തീരല്ലാത്ത ഒരു കാലത്താണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത്. നമ്മുടെ ഒരു സമൂഹത്തിന്റെ പൊതുവായ സ്വാധീനങ്ങളും ചുറ്റുപാടുകളും ഒക്കെ എല്ലാവർക്കും ബാധകമാണ്. എല്ലാരെയും അത് സ്വാധീനിക്കും. നമ്മുടെ പെൺമക്കൾ പഠിക്കണമെന്നും അവർ വളരണമെന്നും ഉയരണമെന്നും അവർക്ക് ജോലി ഉണ്ടാകണമെന്നും അവർക്ക് സമ്പത്ത് ഉണ്ടാകണമെന്നും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നു. എന്റെ മക്കളെ കുറിച്ച് ആലോചിക്കുമ്പോൾ അവർ നന്നായി പഠിക്കണം, എന്റെ 2 പെൺകുട്ടികൾ അവർ നന്നായി പഠിക്കണം എന്നാണ് വാപ്പാന്നുള്ള, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുക. പക്ഷെ പഠിക്കുന്നതും പദവി നേടുന്നതും ഉദ്യോഗം നേടുന്നതും വരുമാനം ഉണ്ടാകുന്നതും ഒരിക്കലും ഒരു കുടുംബത്തിൽ ഭർത്താവിനെ പോലെ തുല്യ പദവി ലഭിക്കാനല്ല. അതുകൊണ്ടൊന്നും തുല്യ പദവി ലഭിക്കുകയില്ല. ആണും പെണ്ണും വീട്ടിൽ തുല്യമാണ് എന്ന കാഴ്ചപ്പാട് ദീനിലില്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയും ബോധ്യപ്പെടുത്തുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ അടുത്ത തലമുറകൾ, വരാൻ പോകുന്ന തലമുറകൾ വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. കാരണം പെൺകുട്ടികൾ, നിങ്ങൾ ഏത് കുട്ടികളോട് സംസാരിച്ചു നോക്ക്, അവരെന്താ പറയാ? കല്യാണപ്പ വേണ്ട, സ്വന്തം കാലിൽ നിൽക്കാനാകട്ടെ എന്നാണ്. എന്തിനാണ് ഒരു പെണ്ണ് സ്വന്തം കാലിൽ നിൽക്കാനാകട്ടെ കല്യാണത്തിന് എന്ന് പറയുന്നത്? കല്യാണശേഷവും എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ സ്വന്തം കാലിൽ ഞാൻ നിൽക്കും എന്ന തീരുമാനം പറയാൻ വേണ്ടിയിട്ടാണ്. ഒരു മനുഷ്യൻ ഏതാളാണെങ്കിലും സ്വന്തം കാലിൽ നിൽക്കുന്നതിന് ദീനെതിരാണ് എന്ന് ഞാൻ പറയില്ല. പക്ഷേ ഏതൊരു സംവിധാനവും നിലനിൽക്കണമെങ്കിൽ അത് നമ്മുടെ സ്ഥാപനമായാലും സംഘടനയായാലും കുടുംബമായാലൊക്കെ ഏതൊരു സ്ഥാപനവും നിലനിൽക്കണമെങ്കിൽ അവിടെ അതിനൊരു നേതൃത്വവും ബാക്കിയുള്ളവരൊക്കെ ആ നേതൃത്വത്തെ അംഗീകരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകണം. കുടുംബത്തിന്റെ നേതൃത്വം അള്ളാഹുവിന്റെ ദീൻ നൽകിയിട്ടുള്ളത് പുരുഷനാണ്, ഭർത്താവിനാണ് എന്ന് കരുതരുത്. നമ്മൾ പുരുഷനാണ് എന്ന് പറയുമ്പോ നമ്മുടെ കുടുംബത്തിന്റെ നേതൃത്വം നൽകിയിട്ടുള്ളത് നമ്മുടെ വീട്ടിലെ ഉപ്പാക്കാണ്. അങ്ങനെ പറയുമ്പോ പ്രശ്നമല്ല. ബാപ്പാക്കാണ് ഒരു വീട്ടിലെ നേതൃത്വം എന്ന് പറയുമ്പോ പ്രശ്നമല്ല. പക്ഷെ ഭർത്താവിനാണ് നൽകിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് അസ്വസ്ഥത ഉണ്ടാകാണ്. ഏത് കുടുംബത്തിന്റെയും ഉത്തരവാദിത്വം അവിടുത്തെ ഉമ്മാക്കല്ല. പട്ടിണി കിടന്നാൽ, ഒരു കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങൾ പട്ടിണി കിടന്നാൽ പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ ഉമ്മാക്ക് ഒരു ചോദ്യം ഉണ്ടാവില്ല. പക്ഷെ ബാപ്പ അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും. ഏത് പ്രശ്നം
പ്രശ്നവും പ്രതിസന്ധിയും ഒരു കുടുംബം അനുഭവിച്ചാൽ അതിന്റെ പേരിൽ റബ്ബിനോട് മറുപടി പറയേണ്ടി വരിക, ഉത്തരവാദിത്തങ്ങളുള്ളത്, കുടുംബത്തിന്റെ ബാധ്യതകളുള്ളത്, അതിന്റെ സാമ്പത്തിക ചെലവുകൾ കണ്ടെത്തേണ്ടത്, ഉപജീവനമാർഗം കണ്ടെത്തേണ്ടത്, താമസിക്കാനുള്ള വീടുണ്ടാക്കേണ്ടത്, രോഗം വന്നാൽ ചികിത്സിക്കേണ്ടത്, അവരുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളൊക്കെ നടത്തിക്കൊടുക്കേണ്ടതിന്റെ ചുമതല, മതപരമായ ചുമതല അത് പുരുഷനാണ്, ഭർത്താവിനാണ്, വാപ്പാക്കാണ്. കുടുംബനാഥൻ എന്ന പേരിൽ ഓരോ കുടുംബത്തിലുമുള്ള ആണാരോ അവർക്കാണ് അതിന്റെ ചുമതലയുള്ളത്. അതുകൊണ്ട് തന്നെ അവരനുസരിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അർരിജാലു ഖവ്വാമൂന അലന്നിസാ. ഒരു പദവി ആണിന് പെണ്ണിനേക്കാൾ ദീൻ ഒരു പദവി നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു മുകളിലാണ്, അങ്ങനെ തന്നെയാണ് പറയുന്നത്. അത് പഴഞ്ചനാണ്, അപരിഷ്കൃതമാണ്. വർത്തമാനകാലത്ത് പുതിയ ലോകത്ത് ആണും പെണ്ണൊക്കെ എല്ലാം ഒന്നാണ്, ഒരുപോലെയാണെന്ന് ഇങ്ങനെ നിലവിളിക്കുന്ന കാലത്ത് ആണിന് പെണ്ണിനേക്കാൾ പദവിയോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ അത്ഭുതം കൂറേണ്ടതില്ല. അത് വസ്തുതയാണ്, അത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയൂ. ഏത് സ്ഥാപനത്തിലാണെങ്കിലും ഏത് സംവിധാനത്തിലാണെങ്കിലും ഒരു നേതാവിന്റെ കീഴിലല്ലാതെ ഒരു സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. കുടുംബം എന്ന് പറയുന്നത് ഒരു വലിയ സംവിധാനമാണ്. ആ സംവിധാനം നിലനിൽക്കണമെങ്കിൽ അതിനൊരു ലീഡർ ഉണ്ടാകണം. ആ ലീഡർഷിപ്പ് ഒരു കുടുംബത്തിൽ ഒരു പുരുഷനും ഒരു സ്ത്രീയും അയാളുടെ 5 മക്കളും അവരെ പേരക്കുട്ടികളും അവരുടെ വൃദ്ധരായ മാതാപിതാക്കളും എന്ന് പറയുമ്പോൾ ആർക്കാണ് അതിലുണ്ടാകുക എന്ന് ചോദിച്ചാൽ അവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ആരോഗ്യമുള്ള കുടുംബനാഥൻ എന്നുള്ള നിലയ്ക്ക് അവിടുത്തെ പുരുഷനെ തന്നെയാണ് ഇസ്ലാം ചുമതലകൾ ഏൽപ്പിക്കുന്നത്. അതാണ് അർരിജാലു ഖവ്വാമൂന അലന്നിസാ ബിമാ ഫളലല്ലാഹു ബഅലഹും അലാ ബഅലിൻ. ചില ഫളലുകൾ, ചില ശ്രേഷ്ഠതകൾ ചിലർക്ക് ചിലരേക്കാൾ അള്ളാഹു നൽകുന്നുണ്ട്. എല്ലാറ്റിന്റെ യുക്തി നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ നൽകുന്നത് കൊണ്ടാണ് അർരിജാലു ഖവ്വാമൂൻ, അവരാണ് ആണാണ് കൈകാര്യകർത്താക്കൾ, അവർക്കാണ് പദവികൾ നൽകപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാരണം വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം, അവരവരുടെ സ്വത്തിൽ നിന്ന് ചെലവഴിക്കുന്നത് കൊണ്ടുകൂടിയാണ്. അത് അവർക്ക് ഒരു പ്രിവിലേജ് നൽകപ്പെടുന്നതിന്റെ, കുടുംബത്തിൽ ആണിന് പ്രിവിലേജ് നൽകപ്പെടുന്നതിന്റെ രണ്ടാമത്തെ കാരണം. ഒന്ന്, ചിലർക്ക് ചിലരേക്കാൾ അള്ളാഹു ഫളിൽ കൊടുക്കും. അങ്ങനെ അത് ആണിനാണ് കൊടുത്തിട്ടുള്ളത്. അത് ആരോഗ്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും അധ്വാനത്തിന്റെ കാര്യത്തിലാണെങ്കിലും മാനസികമായ കരുത്തിന്റെ കാര്യത്തിലാണെങ്കിലും. വൈകാരികമാണ് പലപ്പോഴും സ്ത്രീകളും അവരുടെ തീരുമാനങ്ങളും സാഹചര്യങ്ങളെ നേരിടുമ്പോൾ, പ്രതിസന്ധികളെ നേരിടുമ്പോൾ പെണ്ണിന്റെ മാനസികാവസ്ഥയൊക്കെ വൈകാരികമാണ്. ഒരാണ് എന്ന് പറയുന്നത്, ആണ് എന്ന് പറഞ്ഞ് ഭർത്താവിനെ കാണുമ്പോഴേ നമുക്ക് വിഷമുള്ളൂ. ആണ് എന്ന് പറയുന്നത് നമ്മുടെ മകൻ കൂടിയാണ്. ആണ് എന്ന് പറയുന്നത് നമ്മുടെ പിതാവ് കൂടിയാണ്. ആണ് എന്ന് പറയുന്നത് നമ്മുടെ സഹോദരൻ കൂടിയാണ്. പലപ്പോഴും ഈ ഒരു ബൈനറി വെച്ച് ആണും പെണ്ണെന്ന് പറയുമ്പോൾ ഭാര്യയും ഭർത്താവും. അപ്പൊ ഭർത്താവിന് വലിയ അധികാരം, ഭാര്യ അതിന്റെ കീഴിൽ ജീവിക്കേണ്ടത്. അങ്ങനെയല്ല, വാപ്പാക്ക് അധികാരം, മക്കൾ അതിന്റെ കീഴിൽ ജീവിക്കേണ്ടവർ, ആൺമക്കളും പെൺമക്കളും ഒക്കെ. ഏത് വീട്ടിലെയും വാപ്പാക്കാണ് അധികാരമുള്ളത്. ഏത് വീട്ടിലെയും മുതിർന്ന സഹോദരനാണ് അധികാരമുള്ളത്. ഏത് വീട്ടിലെയും മുതിർന്ന പുരുഷനാണ് അധികാരമുള്ളത്. അയാൾക്കാണ് ബാധ്യതയുള്ളത്, അയാൾക്കാണ് ചുമതലകളുള്ളത്, അയാൾക്കാണ് കർത്തവ്യമുള്ളത്. മതപരമായ വിശ്വാസപ്രകാരം മരണപ്പെട്ടാൽ കുടുംബം പോറ്റിയതിന്റെ പുണ്യവും കുടുംബം പോറ്റാത്തതിന്റെ ശിക്ഷയും അയാളാണ് അനുഭവിക്കേണ്ടത്. അയാളോടാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. അർരിജാലു ഖവ്വാമൂന അലന്നിസാ ബിമാ ഫളലല്ലാഹു ബഅലഹും അലാ ബഅലിൻ വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. അവരധ്വാനിച്ചുണ്ടാക്കിയ പണമെടുത്ത് ചെലവഴിച്ചിട്ടാണ് അവർ കുടുംബം പോറ്റുന്നത്. ആ ഉത്തരവാദിത്വം അവർ നിർവഹിക്കേണ്ടതുണ്ട്. ഫസ്വാലിഹാത്തു ഖാനിതാത്തുൻ ഹാഫിലാത്തുൻ ലിൽ ഐബി ബിമാ ഹഫിളല്ലാഹ്. അല്ലാഹു സംരക്ഷിക്കാൻ ഏൽപ്പിച്ചതൊക്കെ സൂക്ഷിക്കുന്ന ഉത്തരവാദിത്തമാണ് സ്ത്രീകൾ നിർവഹിക്കേണ്ടത് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. വല്ലാത്തി തഖാഫൂന നുശൂസഹുന്ന. അനുസരണക്കേട് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ 3 സ്റ്റെപ്പ് നിങ്ങൾ അവരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, കുടുംബത്തിൽ പ്രശ്നങ്ങളിലേക്ക് പോവുക ഭർത്താവിനോട് ഭാര്യ അനുസരണക്കേട് കാണിക്കുമ്പോഴാണ്. അപ്പൊ നിങ്ങൾ ഈ 3 സ്റ്റെപ്പ് നിങ്ങൾ ശ്രദ്ധിക്കണം. 1, ഫഇദൂഹുന്ന, നിങ്ങൾ അവരോട് നന്നായി പറഞ്ഞു മനസ്സിലാക്കണം.
കാര്യങ്ങൾ നിങ്ങൾ തുറന്ന് സംസാരിച്ച് കുടുംബത്തിന്റെ അവസ്ഥയും സാമ്പത്തിക അവസ്ഥയും ചുറ്റുപാടുകളും ഒക്കെ പറഞ്ഞ് നിങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുകയും മനസ്സിലാക്കുകയും ഫഅലൂഹുന്ന വഅളാണ്, നിങ്ങൾ അവരെ ഉപദേശിക്കണം, നന്നായി പറഞ്ഞ് അവരെ ഉപദേശിച്ച് മനസ്സിലാക്കിയെടുക്കണം. അതൊന്നാമത്തെ മാർഗമാണ്. വഹ്ജുറൂഹുന്ന ഫിൽ മലാജി, നിങ്ങൾ അവരെ അതിൽ നിങ്ങൾ സക്സസ് ആകുന്നില്ലെങ്കിൽ കിടപ്പറയിൽ നിങ്ങൾക്ക് മാറിക്കിടക്കാം. അത് രണ്ടാമത്തെ മാർഗമാണ്. മൂന്നാമത്തത് വൽരിബൂഹുന്ന, ശിക്ഷിക്കേണ്ടി വന്നാൽ അല്ലാഹു റസൂൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ മുഖത്തടിക്കരുത് എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പരിശുദ്ധ ഖുർആൻ ഇവിടെ പറയാണ് നിങ്ങൾ അവരെ അടിക്കുക. വൽരിബൂഹുന്ന, അതിന്റെ വിശദീകരണമാണ് റസൂൽ പറഞ്ഞത്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഭാര്യമാരെ മുഖത്തടിക്കരുത് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ശിക്ഷിക്കേണ്ടി വന്നാൽ ശിക്ഷിക്കാനുള്ള അനുവാദം വീട്ടിൽ പുരുഷന് ഭാര്യമാരുടെ കാര്യത്തിൽ നൽകപ്പെട്ടിട്ടുണ്ട്. ഇനി അവർ നിങ്ങളെ അനുസരിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഉപദേശിച്ചപ്പോ നിങ്ങളെ അവർ അനുസരിച്ചു, അല്ലെങ്കിൽ കിടപ്പറയിൽ നിന്ന് വിട്ടുനിന്നപ്പോ അവർ അനുസരണം കാണിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവരെത്തി, അല്ലെങ്കിൽ അവർ ശിക്ഷിക്കപ്പെട്ടപ്പോ അവർ അനുസരിക്കുകയാണെങ്കിൽ ഫലാ തബൂ അലൈഹിന്ന സബീല, പിന്നെ അതിന്റെ അപ്പുറത്തുള്ള ഒരു മാർഗം തേടരുത്. പിന്നെ ആ വിഷയത്തിൽ നിങ്ങൾ വേറെ മാർഗം തേടരുത്. ഉപദേശിച്ച് നന്നായി കഴിഞ്ഞാൽ പിന്നെ കിടപ്പറയിൽ വിട്ടു നിൽക്കുക, കിടപ്പറയിൽ വിട്ടു നിന്ന ഒരാളെ പിന്നെ അടിക്കുക, അങ്ങനെ ചെയ്യരുത്. അവർ അനുസരിച്ചാൽ നിങ്ങളുടെ നടപടിക്രമങ്ങൾ അവിടെ വെച്ച് അവസാനിപ്പിക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്ത് നിസാ 34-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് നല്ല രീതിയിൽ വർത്തിക്കുക. ഏതെങ്കിലും നിലക്ക് നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടായാൽ ഇങ്ങനെയൊക്കെയാണ് ആ വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സ്വല്ലത്തിൽ മർഅതു ഖംസഹ, 5 നേരം ഒരു പെണ്ണ് നമസ്കരിക്കുന്നുണ്ടെങ്കിൽ, വസ്വാമത്ത് ശഹ്റഹ, അവൾ പരിശുദ്ധ റമദാൻ മാസത്തിലെ നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, വഹഫിലത്ത് ഫർജഹ, അവൾ അവളുടെ സ്വകാര്യ അവയവങ്ങളെ സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, വഅത്വഅത് സൗജഹ, ഭർത്താവിനെ അവൾ അനുസരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ. ഞാൻ ഇത് പറയുന്ന ഈ ഹദീസ് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, നമസ്കാരത്തിന്റെ പ്രാധാന്യം നമുക്കറിയാം, നോമ്പിന്റെ മഹത്വം നമുക്കറിയാം, ഒരു പെണ്ണ് സ്വന്തം ശരീരത്തെ എങ്ങനെ സൂക്ഷിക്കണം, എത്ര ഗൗരവമുണ്ട് എന്ന് നമുക്കറിയാം. ഈ 3 കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിനോട് ചേർത്ത് 4-മതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വഅത്വഅത് സൗജഹ, ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്താൽ. ഭർത്താവിനെ അനുസരിക്കുക എന്നത് മതപരമായി വളരെ പ്രധാനപ്പെട്ട ഒരു നന്മയാണ്. ഒരു പെണ്ണിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നന്മയാണ്. വഅത്വഅത് സൗജഹ, അതുകൂടെ ഒരു സ്ത്രീക്കുണ്ടായാൽ ഖീല ലഹ, അവരോട് പറയപ്പെടും, ഇദ്ഖുൽ ജന്ന മിൻ അയ്യി അബ്വാബിൽ ജന്നത്തി ശിഅ്തി, സ്വർഗത്തിന്റെ 8 കവാടങ്ങളിൽ ഏതു വാതിലിലൂടെയാണോ സ്വർഗത്തിൽ കിടക്കണം എന്ന് നീ ആഗ്രഹിക്കുന്നത്, സ്വർഗ കവാടങ്ങളിൽ ഏത് കവാടത്തിലൂടെയാണോ സ്വർഗത്തിൽ കിടക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നത്, അങ്ങനെ സ്വർഗത്തിൽ കടന്നുകൊള്ളുക എന്ന് ആ സ്ത്രീയോട് പറയപ്പെടും എന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഒരാവശ്യമായി വന്നു. അത് കഴിഞ്ഞപ്പോ അവരോട് ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ചോദിച്ചു, അദാതു സൗജിൻ അൻതി, നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവ് ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. ഫലത്തിന് അവര് പറഞ്ഞു, അതെ എന്റെ ഭർത്താവുണ്ട്. ഖാൽ കൈഫ അൻതി ലഹു, നിങ്ങളും അവരും തമ്മിൽ എങ്ങനെയാണ് നിങ്ങൾ അവരോടുള്ള ഒരു ബന്ധം എങ്ങനെയാണ്? എന്നെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ, എന്നാലാവും വിധം ഞാൻ അദ്ദേഹത്തോട് നല്ല രൂപത്തിൽ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫൻദുരി ഐന അൻതി മിൻഹു, ഭർത്താവിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് എന്ന് നിങ്ങൾ ഒരു സ്വയം പരിശോധന നടത്തുക.
ഭർത്താവിനോടുള്ള വിഷയത്തിൽ നിങ്ങൾ എങ്ങനെയാണ് എന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിക്കുക. കാരണം ഫഇന്നമാ ഹുവ ജന്നതുകി വനാറുകി. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ സ്വർഗവുമാണ്, നിങ്ങളുടെ നരകവുമാണ് എന്ന് പറഞ്ഞാൽ സ്വർഗം കിട്ടാനും നരകത്തിലേക്ക് പോകാനും കാരണക്കാരനായി മാറുന്ന ഒരാളാണ് ഭർത്താവ്. അവരോടുള്ള നിങ്ങളുടെ സമീപനത്തെ അടിസ്ഥാനപ്പെടുത്തിയും ആശ്രയിച്ചുമാണ് നിങ്ങളുടെ സ്വർഗനരകങ്ങൾ തീരുമാനിക്കപ്പെടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്നാൽ പൊതുവായി റസൂൽ പറഞ്ഞിട്ടുണ്ട്, ലാ ത്വാഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖി. ഒരാളെയും ഒരു സൃഷ്ടിയെയും നമ്മൾ അനുസരിക്കേണ്ടതില്ല അള്ളാഹ്ക്കെതിരായിട്ട്. പടച്ചോൻ പറഞ്ഞതിനെതിരായിട്ട് ഭർത്താവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഭർത്താവിന് തലയിൽ തട്ടിടുന്ന എന്റെ ഭർത്താവിന് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഭർത്താവിനെ അനുസരിച്ചിട്ട്, അങ്ങനെയല്ല. നിങ്ങൾ ഭർത്താവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ആരെ അനുസരിക്കുകയാണെങ്കിലും അള്ളാഹ്ക്കെതിരായി ആരെയും ഒരു സൃഷ്ടിയെയും അനുസരിക്കേണ്ടതില്ല എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭർത്താവിനെ അനുസരിക്കൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ തഅറജുലു ഇംറഅതഹു ഇലാ ഫിറാശിഹി. വിരിപ്പിലേക്ക് രാത്രി ഭർത്താവ് തന്റെ ഭാര്യയെ ക്ഷണിച്ചു, ശാരീരികമായി ബന്ധപ്പെടാൻ ഒരാൾ ഉദ്ദേശിച്ചു. ഫഅബത്, അവൾ വിസമ്മതിച്ചു. ഫബാത ഉൽബാന അലൈഹാ. ആ വിഷമത്തോടുകൂടെയാണ്, ഭാര്യ വിസമ്മതിച്ചതിൽ കോപിച്ചുകൊണ്ടാണ് അന്നത്തെ രാത്രി ആ മനുഷ്യന് കഴിച്ചുകൂട്ടുന്നതെങ്കിൽ ലഅനത്തുഹൽ മലായിക ഹത്താ തുസ്ബിഹ്. അന്ന് നേരം പുലരുന്നതുവരെ മലക്കുകളുടെ ശാപം അവൾക്കുണ്ടാകും എന്ന് റസൂല് പറയാം. ഇവിടെ ഒരു വളരെ വിശദമായി പറയേണ്ടുന്ന വിഷയങ്ങളാണ്. ഒരു പുരുഷന്റെ പ്രകൃതവും സ്ത്രീയുടെ പ്രകൃതവും സ്ത്രീയുടെ ശാരീരിക അവസ്ഥകളും ശാരീരിക ബന്ധത്തിന് പറ്റുന്ന കാലങ്ങളും പറ്റാത്ത കാലങ്ങളും ഇതെല്ലാം ചേർത്ത് മനസ്സിലാക്കേണ്ടുന്ന വളരെ വിശദമായ ഒരു കാര്യമാണ്. എന്തായിരുന്നാലും ഒരു ഘട്ടത്തിൽ ഒരു സന്ദർഭത്തിൽ ഭർത്താവ് ആവശ്യം ഉന്നയിക്കുകയും അത് വിസമ്മതിക്കുകയും ചെയ്താൽ മലക്കുകളുടെ ശാപമുണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മൾക്ക് ഇങ്ങനെ വിശദമായി പറയേണ്ടുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഏതായിരുന്നാലും ആകത്തുക എന്ന് പറയുന്നത്, ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ ഒരു കുടുംബത്തിൽ ഭർത്താവ് ആണ്, പുരുഷനാണ് തീർച്ചയായും ഒരു വീടിന്റെ നായകൻ, ചുമതല ഏൽപ്പിക്കപ്പെട്ട, ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട, കടമകളും കർത്തവ്യങ്ങളും ഏൽപ്പിക്കപ്പെട്ട കുടുംബനാഥൻ എന്ന് പറയുന്നത്. അയാളെ അനുസരിച്ച് ജീവിക്കാൻ ആ കുടുംബത്തിലുള്ള ആളുകൾ ബാധ്യസ്ഥരാണ് എന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാകാനും സമാധാനത്തോടുകൂടെ ജീവിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാനും ഈ സൂക്ഷ്മതയും ശ്രദ്ധയും ആവശ്യമാണ്, അനിവാര്യമാണ്. അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന സജ്ജനങ്ങളിൽ, സ്വാലിഹീങ്ങളിൽ, സദ്വൃത്തവാന്മാരിൽ കുടുംബസമേതം ഉൾപ്പെടാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ശക്തിയായി വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലിയുൻഫിഖ് ദു സഅത്തിൻ മിൻ സഅതിഹി. തീർച്ചയായും നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന് ചെലവഴിക്കേണ്ടതുണ്ട്. വമൻ ഖുദിറ അലൈഹി റിസ്ഖുഹു. ആർക്കെങ്കിലും ഉപജീവന മാർഗം പരിമിതപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എല്ലാവർക്കും എല്ലാറ്റിനും വാങ്ങാനും തരാനും കൊടുക്കാനും ആശ്വസിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും കഴിഞ്ഞോളന്നില്ല. അങ്ങനെ ഇല്ലാതെ ആർക്കെങ്കിലും അവരുടെ ഉപജീവന മാർഗം പരിമിതപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫല്യുൻഫിഖ്, അയാൾ ചെലവഴിക്കേണ്ടത് മിമ്മാ ആതാഹുല്ലാഹു, അള്ളാഹു എന്താണോ നൽകിയത് അതിൽ നിന്നാണ്. നമ്മൾ ജീവിക്കുന്നത് ഒരു ഉപഭോക്തൃ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ എന്താണ് വാങ്ങുക എന്നിടത്ത് നമുക്കാർക്കും ഒരു നിയന്ത്രണമില്ലാത്ത ഒരു ലോകത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. സൂപ്പർ മാർക്കറ്റിൽ പോയാൽ കണ്ടതൊക്കെ വാങ്ങുന്ന ഒരു കാലത്ത് നിന്ന് നമ്മൾ നമ്മുടെ വീട്ടിനകത്ത് നമ്മുടെ മൊബൈൽ ഫോൺ ഈ ലോകത്തെ ഏത് മാർക്കറ്റിൽ നിന്നും എന്തും വാങ്ങാൻ കഴിയുന്ന, എപ്പോഴും വാങ്ങാൻ കഴിയുന്ന, വിരലുകൊണ്ടൊന്ന് തൊട്ടാൽ വീട്ടിലേക്ക് സാധനം എത്തുന്ന ഒരു കാലത്ത് പർച്ചേസ്, ഉപഭോഗം എന്ന് പറയുന്നത് വളരെ കൃത്യമായ ധാരണകൾ കുടുംബത്തിനകത്ത് അതുമായി ബന്ധപ്പെട്ടുണ്ടാകണം. നമ്മൾ ഇങ്ങനെ റീൽസിൽ കാണുന്ന എല്ലാ കുപ്പായവും നമ്മുടെ വീട്ടിലേക്ക് വാങ്ങണം എന്ന് കരുതരുത്. നമ്മൾ മൊബൈലിൽ ഇങ്ങനെ മിന്നി മറഞ്ഞു പോകുന്ന ചിത്രത്തിലുള്ള എല്ലാ ചെരുപ്പും എന്റെ കാലിലും അണിയണം എന്നാഗ്രഹിക്കരുത്. നിങ്ങൾ വാങ്ങുന്നത്
നിങ്ങൾ ചെലവഴിക്കുന്നത് നിങ്ങളുടെ വരവിനും വരുമാനത്തിനും അനുസരിച്ചാകണം. അത് വീട്ടിലെ അവസ്ഥ എന്താണ് എന്ന് തിരിച്ചറിയണം. എല്ലാം ആവശ്യപ്പെടരുത്, എല്ലാം വേണമെന്ന് നിർബന്ധിക്കരുത്. നമ്മൾ സാധാരണഗതിയിൽ അപ്പുറത്തെ വീട്ടിലുള്ള ആൾക്കാർ എങ്ങനെയാണ് ജീവിക്കുന്നത്, അവരെന്തൊക്കെയാണ് വാങ്ങുന്നത്? അവര് കല്യാണം കാണാൻ വന്നെന്ന് അന്നൊരു കുപ്പായം അവർ വാങ്ങി, വിരുന്ന് മുട്ടായി കൊടുക്കാൻ വന്നത് അന്ന് വേറെ കുപ്പായിട്ടിട്ടാണ് അവരെല്ലാരും നിന്നത്. നിശ്ചയത്തിന്റെ അന്ന് വേറെ കുപ്പായായിരുന്നു, വിരുന്നിന്റെ അന്ന് വേറെ കുപ്പായം. എന്ത് ചടങ്ങിനും തുണിയും കുപ്പായവും ഡ്രസ്സും ആഡംബരങ്ങളും ഒക്കെ വേണം എന്നുള്ളത് ഒരു പൊതു കൾച്ചറാണ്. അപ്പൊ നമ്മുടെ വീട്ടിലെ ആളുകളും അത് ആവശ്യപ്പെടും. അത് ഏതെങ്കിലും ഒരു വീട്ടിലെ ഒരാൾ, കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മളിങ്ങനെ ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്ന് പണമെടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോ ഒരാൾ ചോദിച്ചു, അപ്പൊ ഇത് അന്ന് മുതൽ തന്നെ ഇത് തുടങ്ങിക്കണല്ലേ എന്ന് ഒരാൾ ചോദിച്ചു. മൂപ്പര് വിചാരിച്ച് മൂപ്പരെ പോക്കറ്റിൽ നിന്ന് മാത്രമേ ഇത് പോകണുള്ളൂ എന്നാണ് കരുതിയത്. അത് എല്ലാ കാലത്തും ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്ന് പണമെടുക്കാത്ത ഒരു സ്ത്രീയെ പടച്ചോൻ പടച്ചിട്ടില്ല. അതുകൊണ്ട് അത് വലിയ വിഷയാക്കണ്ട എന്നുള്ള നിലക്കാണ് റസൂൽ അങ്ങനെ ആ ഒരു കാര്യം നമ്മളെ പഠിപ്പിച്ചത്. പക്ഷെ ചെലവഴിക്കുമ്പോ ഭർത്താവിന്റെ സ്വത്തെടുത്തിട്ട് ചെലവഴിക്കുമ്പോ, ഭർത്താവിന്റെ സമ്പത്തെടുത്തിട്ട് ചെലവഴിക്കുമ്പോ അതിന് അളവ് വേണം, അതിന് പരിധി വേണം, അതിന് കാരണങ്ങൾ വേണം, ന്യായമായതാകണം. അല്ലാത്ത രീതിയിൽ ആഡംബരവും ധൂർത്തും ഉണ്ടായിക്കൂടാ എന്നാണ് പരിശുദ്ധ ഖുർആൻ സൂറത്തു ത്വലാഖിലെ ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹു നിങ്ങൾക്ക് തന്നതിൽ നിന്നെടുത്താണ് നിങ്ങൾ ചെലവഴിക്കേണ്ടത്. കടം വാങ്ങി ബാധ്യത വരുത്തി വലിയ ബുദ്ധിമുട്ടിലായി ഇങ്ങനെ കുടുംബം കൊണ്ടടക്കേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരാണും ഒരു പുരുഷനും നിർബന്ധിക്കപ്പെടരുത്. എനിക്ക് എന്റെ ഭാര്യയെയും എന്റെ മക്കളെയും സംതൃപ്തരാക്കാൻ കഴിയുന്നില്ലല്ലോ, അവരുടെ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് സങ്കടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എവിടുന്നെങ്കിലും എങ്ങനെങ്കിലും ഉണ്ടാക്കിയിട്ടാണെങ്കിലും കുട്ടികൾക്ക് കുടുംബത്തിനൊക്കെ അവരുടെ ആവശ്യങ്ങൾക്കൊക്കെ കൊടുക്കണം എന്ന് വിചാരിക്കുന്ന ഒരു പൈശാചിക മാനസികാവസ്ഥയിലേക്ക് ഭർത്താവിനെ തള്ളിവിടുന്ന ഒരു സാഹചര്യം. പലിശയിലാണ് പോയിപ്പെടുക, അന്യായമായ രീതിയിൽ പണം സമ്പാദിക്കുന്നതിലേക്കാണ് അയാൾ തിരിയുക. അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ ആവശ്യമുള്ളത്, ന്യായമായത് വീട്ടിലെ സാഹചര്യം അനുസരിച്ച്, ഭർത്താവിന്റെ വരുമാനം അനുസരിച്ച് മാത്രം ചോദിക്കുന്ന, പറയുന്ന, ആവശ്യപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകണം എന്നാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. പർച്ചേസ് എന്ന് പറയുന്നത് അത് രാവും പകലൊക്കെ ഉറങ്ങിക്കിടക്കുന്നിടത്തുനിന്ന് 2 മണിക്ക് എണീച്ചാൽ നമുക്ക് പർച്ചേസ് ചെയ്യാം. പണ്ടത്തെ കാലത്ത് അതില്ല. നമ്മൾ ആഴ്ചയിലൊരിക്കൽ ചന്തക്ക് പോകുമ്പോ, അല്ലെങ്കിൽ ഒരു 6 മാസം കൂടുമ്പോ എപ്പോഴെങ്കിലും ഒന്ന് ചന്തക്ക് പോകുമ്പോ വാങ്ങിയിരുന്ന സാധനം ഒന്നിറങ്ങി എണീച്ചാൽ മൊബൈൽ എടുത്തിട്ട് ഒന്ന് ചൂണ്ടുവരലുകൊണ്ടും തൊട്ടാൽ അത് പർച്ചേസ് ചെയ്യാവുന്ന ഒരു ലോകത്താണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത്. ലോകം അങ്ങനെ, വിപണി അങ്ങനെ മാറുമ്പോ അതിനനുസരിച്ച് എല്ലാം വാങ്ങിക്കൂട്ടാം എന്ന ചിന്തയിലേക്ക് മനുഷ്യരൊക്കെ മാറുമ്പോ മുസ്ലിം വീടുകളിൽ, വിശ്വാസികളുടെ വീടുകളിൽ, വിശ്വാസിനികളുടെ വീടുകളിൽ അതിന് മാറ്റം ഉണ്ടാകണം. വാങ്ങേണ്ടതെന്ത്, വാങ്ങേണ്ടാത്തതെന്ത്, വാങ്ങേണ്ടതെപ്പോൾ, എപ്പോഴാണ് വാങ്ങാൻ പാടില്ലാത്തത്, എത്ര വാങ്ങാം. എന്റെ വീട്ടിലൊരു മാസത്തിൽ വസ്ത്രങ്ങൾ, ഭക്ഷണം, ഹോട്ടലിൽ പോകുന്നത്, പുറത്തു പോകുന്നത്, ഓർഡർ ചെയ്ത് ഇങ്ങോട്ട് വരുത്തുന്നത് എത്രയാകാം എന്ന കൃത്യമായ ധാരണ കുടുംബ ബജറ്റുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സഹോദരിമാർക്ക് ഉണ്ടാകണം. കുടുംബനാഥന്മാരുടെ വരുമാനം എന്താണ് എന്ന് അവർ അറിയണം. അതിനനുസരിച്ച് മാത്രം ചെലവഴിക്കുന്ന കുടുംബത്തെയും വീടിനെയും അങ്ങനെ നിയന്ത്രിക്കാൻ കഴിയുന്നവരായ സ്ത്രീകൾ മാറണം എന്നൊരു തത്വമാണ്, സന്ദേശമാണ് പരിശുദ്ധ ഖുർആൻ ഇവിടെ നമ്മളെ പഠിപ്പിച്ചത്. അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, ഭയപ്പെടുന്ന, അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചുമനുസരിച്ച് പാലിച്ചു ജീവിക്കുന്ന സ്വാലിഹ്യങ്ങളിൽ, സജ്ജനങ്ങളിൽ, സദൂർത്തവാന്മാരിൽ അള്ളാഹു കുടുംബസമേതം നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. തഖ്വയോടുകൂടെ ജീവിക്കാനും ഈമാനോടുകൂടെ മരണപ്പെടാനുമുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗികളായ സഹോദരി സഹോദരന്മാർ അള്ളാഹു അവരുടെ രോഗങ്ങളെ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا مقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب